ബാധിക്കുന്നത് അഗ്നിണ്ടാവാം, ദീപത്തിലുണ്ടാവാം, സമയത്തോ കുടുംബ സമയത്തോ ദൃശ്യ സമയത്തോ ആരാധന സമയത്തോ പ്രാർത്ഥനാ സമയത്തോ സംഭവിക്കുന്ന തീപ്പൊടലുണ്ടാവും. അതിനാണ് ദഹനപ്രാവശ്യം. ശ്മശാനത്തിൽ പട്ടി കയറാൻ പാടില്ല. ക്ഷേത്രത്തിൽ പട്ടി കയറി കഴിഞ്ഞാൽ ക്ഷേത്രമല്ല, ഒരു പൊക്കൽ സമ്പ്രദായം അവിടെ നടത്തുന്ന സമ്പ്രദായങ്ങളാണ്. ക്ഷേത്രമാകുമ്പോൾ തന്നെ വേറെ ഏത് മൃഗങ്ങളൊക്കെയാണ് കൊടുക്കില്ല. അല്ലേ? വേറെ ആന വരും, അല്ലേ? ആന കയറി പക്ഷെ അതിനൊന്നും പ്രായശ്ചിത്തം പറയുന്നില്ല. പട്ടി കയറി കഴിഞ്ഞാൽ അനുസരിച്ച് പ്രായശ്ചിത്തം പട്ടി കയറിയാൽ മാത്രം പ്രായശ്ചിത്തം പറയുന്നില്ല. അപ്പൊ ഇതിൽ പട്ടി കയറി കഴിഞ്ഞാൽ ശ്മശാനത്തിൽ പോകുമ്പോൾ ശ്മശാനത്തിൽ പട്ടി ദഹന പ്രായശ്ചിത്തം അഗ്നി പ്രായശ്ചിത്തം. പിന്നെ ചോരശാന്തി കള്ളം കയറി കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യുന്നതാണ്. അതുപോലെ ശാന്തി ഹോമം ഇങ്ങനെയൊക്കെ 12 വർഷം കൊണ്ട് മാത്രം നടത്തുന്നതാണ്. അങ്ങനെയുള്ള ശാന്തി ഹോമങ്ങളും അതിൻ്റെ പ്രായശ്ചിത്തങ്ങളും ചെയ്യുന്നതും അതിലേക്കൊന്നും ഇന്ത്യൻ്റെ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ചെയ്തുള്ള കലശപൂജയാണ്. 4 വേദങ്ങളെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. അടിസ്ഥാനപ്പെടുത്തിയാണ്. അതും 4 വേദങ്ങളുടെ വസ്ത്രവും ദക്ഷിണ ഉപയോഗിച്ചത്. നിങ്ങൾ പോയി സങ്കല്പങ്ങൾ വേണം ഒരു പ്രാർത്ഥനയുടെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമല്ല. ഇതിൽ 4 വസ്ത്രത്തിൽ 4 വേദമുണ്ട്. ആ വേദത്തിന്റെ ഋഷിമാരും ഋഷീശ്വരന്മാരുടെ സാന്നിധ്യമുണ്ടാവും. അപ്പൊ ആ കലശത്തിന് മുമ്പായിട്ട് അവിടെ വെച്ചിട്ടുള്ള 4 വസ്ത്രങ്ങൾ 4 വേദങ്ങളെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കലശത്തെ അറിയുന്നത് നമ്മുടെ ഭഗവത് സാന്നിധ്യവും മുഖ്യന്മാരുടെയും ആചാര്യന്മാരുടെയും സാന്നിധ്യം ഗുരുമുത്തപ്പൻ്റെയും പരമന്മാരുടെ ചൈതന്യം വർദ്ധിച്ച് നമ്മളെ കുടുംബസംബന്ധമായ ഭയങ്കരമായ ദുരിതങ്ങൾ ചൈതന്യം വർദ്ധിച്ച് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കളിൽ ശരീരത്രയാതെ ഉണ്ടായി എല്ലാ ആപത്തുകളും ഈ കാര്യങ്ങളും പ്രാർത്ഥിച്ചു പറഞ്ഞു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാത് ബ്രഹ്മ ഓം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ ഗുരുവിഘ്നം ഗുരുമേ ദയ സർവകാര്യേഷു സർവദാ. ഓം ഇഷ്ടദേവതേഭ്യോ നമഃ ദേശദേവതേഭ്യോ നമഃ ഗുരുഭ്യോ നമഃ. ഓം സർവേഭ്യോ ദേവതേഭ്യോ നമോ നമഃ. ഓം പരദേവതേഭ്യോ നമഃ കുലദേവതേഭ്യോ നമഃ മാതാ പിതൃഭ്യോ നമോ നമഃ. ഓം ബ്രഹ്മവിഷ്ണു മഹേശ്വര ഋഷയഃ ദീർഘ യജുസ് സാമ അഥർവാണി ഋഷി. ഓം വേദാത്മനായ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാത്. ഓം ഋഗ്വേദായ നമഃ. ഓം യജുർവേദായ നമഃ. ഓം സാമവേദായ നമഃ. ഓം അഥർവവേദായ നമഃ. ഓം സർവേഭ്യോ വേദേഭ്യോ നമഃ. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വര യത്പൂജിതം ക്രിയാദേവ പരിപൂർണം സദസ്തുതേ പ്രാർത്ഥിച്ചു.
നമസ്കരിച്ചു സംസ്ഥാന കുട്ടികളെ സ്നേഹവും കുടുംബ പ്രധാനമാക്കാൻ യുവതിയുടെയും പ്രശംസമായ നിലവിൽ കൂടുതലും ശക്തി നൽകുന്ന സൗഹാർദ്ദം കൊടുക്കണം എന്നൊരു പ്രാർത്ഥന